പയ്യന്നൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ വളരെയേറെ വേദനാജനകമാണ്. അദ്ദേഹത്തിന് ജോലി ഭാരം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ BLA കൂടെ കൂട്ടിയതിന്റെ പേരിൽ അദ്ദേഹത്തെ CPMന്റെ BLA ഭീഷണിപ്പെടുത്തുകയും അതിന്റെ പേരിലുള്ള ടെൻഷൻ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹം ഫോണിൽ കോൺഗ്രസിന്റെ BLAയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ BLA കൂട്ടി വീടുകൾ സന്ദർശിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ലഘുലേഖ പ്രചരിപ്പിച്ചു, വിതരണം ചെയ്തു എന്നതിന്റെ പേരിൽ കള്ളപ്പരാതി കൊടുത്ത് ബുദ്ധിമുട്ടിലാക്കുമെന്ന് CPMന്റെ ആളുകൾ പറഞ്ഞിരുന്നുവെന്ന് ഈ അനീഷിന്റെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ജോലിഭാരത്തിന്റെ ടെൻഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഭീഷണിയുമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. ആ സംഭവം ഏറെ പ്രതിഷേധാർഹമാണ്. അതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം വേണം. മരണകാരണങ്ങൾ കണ്ടെത്തണം. കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണം. ഇന്ന് സംസ്ഥാന വ്യാപകമായി BLOമാര് നടത്തുന്ന പ്രതിഷേധ സമരത്തിന് കോൺഗ്രസ് പാർട്ടി സമ്പൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. SIR കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളുടെയും പ്രവർത്തന പരിപാടികൾക്ക് സമാന്തരമായി പാരലലായി സൈമൾട്ടേനിയസ്ലി ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് തികഞ്ഞ ദുരുദ്ദേശത്തോടെയാണ്. ഇതിനെ ഔദ്യോഗികമായ യോഗങ്ങളിലെല്ലാം ഞങ്ങൾ അതിശക്തമായിട്ട് എതിർക്കുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നൊരു യാഥാർത്ഥ്യമായിട്ട് വന്നിരിക്കുകയാണ്. അധികാരികളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണു തുറക്കാൻ ഈ BLAയുടെ ദാരുണ മരണവും ഇന്ന് BLOയുടെ ദാരുണ മരണവും BLOമാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധവും ഇടവരുത്തും എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഗവൺമെന്റ് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി വിളിച്ച ഓൾ പാർട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ 8-10 ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിൽ പോലും ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചില്ല. പേരിന് ഹൈക്കോടതിയിൽ വിദഗ്ധ നിയമോപദേശത്തെ മറികടന്നുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്ത് ഗവൺമെന്റ് അതിൽ പരാജയം ഏറ്റുവാങ്ങി. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി സുപ്രീം കോടതിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൽ അസമയത്ത് അന്യായമായിട്ട് നടത്തുന്ന SIR സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയെ സാരമായി പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഞങ്ങൾ അധികാരികളുടെ മുൻപിൽ സുപ്രീം കോടതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ആ തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. സുപ്രീം കോടതി വക്കീലന്മാരുമായിട്ട് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വക്കാലത്ത് തന്നെ ഞാൻ തന്നെ വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ വളരെ സുവ്യക്തമാണ്. 2002 വോട്ടർ പട്ടികയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ടില്ല, പല ജനപ്രതിനിധികൾക്ക് വോട്ടില്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയവർക്ക് വോട്ടില്ല. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ നിർദ്ദേശപ്രകാരം വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്ത നിരവധി പേർക്ക് വോട്ടില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ 30,000-ഓളം ആളുകൾ ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടു. BLOമാര് ആ ജോലി കൃത്യമായിട്ട് നിർവഹിക്കാൻ അവർ കഴിയാത്ത സാഹചര്യമാണ്. ചില സ്ഥലങ്ങളിൽ ഇപ്പൊ പയ്യന്നൂരിലുണ്ടായതുപോലെ ഈ കേരളം അതിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഓൾ പാർട്ടി മീറ്റിംഗിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം, വോട്ടർ പട്ടികയിലെ ശുദ്ധി കലശം അർഹതപ്പെട്ട ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പേര് ചേർക്കാൻ ഞങ്ങൾ സഹകരിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു അഴിച്ചുപണി അത് ഈ ജനാധിപത്യ പ്രക്രിയ അവകാശത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.